ഷൗക്കത്തിന് വിവിധ കൺവെൻഷനുകൾ അടക്കമുള്ള പരിപാടികൾ ഉണ്ട്. ഇത്രയും ദിവസം, അതായത് ഇന്നലെ വരെ LDFന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നില്ല. പിന്നീട് എം സ്വരാജ് ആയതോടുകൂടി തന്നെ രാഷ്ട്രീയ ചിത്രം വലിയ ഒരു പോരാട്ടത്തിലേക്ക് മാറുകയാണ്. അത് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരിക്കും എന്നുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് കൂടുതൽ ആത്മവിശ്വാസത്തിലായിരുന്നു. എം സ്വരാജ് ആയതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കണം. ആ രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇത്രയും ദിവസം ഈ പ്രചരണ പരിപാടികൾ ഉണ്ടെങ്കിലും അത് ഈ കാര്യമായ ബഹളമയമായ ഒരു പരിപാടികൾ ആയിരുന്നില്ല. ഇന്നാണ് ഈ നാമനിർദ്ദേശ പത്രികയുടെ ഭാഗമായുള്ള ഒരു റോഡ് ഷോ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ ബൂത്ത് കൺവെൻഷനുകളും മറ്റുമായിരുന്നു നടന്നിരുന്നത്. ഇന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ആണെങ്കിൽ വലിയ ഈ ബഹളമയമായ സംവിധാനത്തോടു കൂടിയാണ് ഈ നിലമ്പൂരിൽ വന്ന് ഇറങ്ങിയത്. അദ്ദേഹത്തിന് ഈ അങ്ങാടിപ്പുറം മുതൽ നിലമ്പൂർ വരെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ സ്വീകരണങ്ങൾ ലഭിച്ചു. അതോടൊപ്പം നിലമ്പൂരിൽ വലിയ റോഡ് ഷോ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് UDFന്റെ ആദ്യ റോഡ് ഷോ ഉണ്ടായിരുന്നത്. ഈ രണ്ട് റോഡ് ഷോകളും തമ്മിൽ മുഖാമുഖം വരികയും ചെറിയ ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. ഇനി സ്വാഭാവികമായി വരും ദിവസങ്ങളിൽ UDFും റോഡ് ഷോ ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കും എന്നതിൽ സംശയമില്ല. പരമാവധി നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനാണ് LDFും UDFും തീരുമാനിച്ചിട്ടുള്ളത്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, MP മാർ, MLA മാർ എന്നിവരെല്ലാം തന്നെ UDF ക്യാമ്പിന്റെ ഭാഗമായി നിലമ്പൂരിൽ ഉണ്ട്. അതോടൊപ്പം LDF ക്യാമ്പ് ഇന്നാണ് അവരുടെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നത്. നാളെ മുഖ്യമന്ത്രി എത്തുകയാണ്. മുഖ്യമന്ത്രി LDFന്റെ ആദ്യ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഇതുകൂടാതെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ഇവിടെ എത്തും. കൂടാതെ MP മാർ, അതോടൊപ്പം തന്നെ MLA മാർ തുടങ്ങി ജനപ്രതിനിധികളും എല്ലാവരും എത്തി നിലമ്പൂരിന്റെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തനങ്ങൾ നടത്തും. വിവിധ MP മാർക്കാണ് ഓരോ പഞ്ചായത്തിന്റെ ചുമതല UDF നൽകിയിരിക്കുന്നത്. LDF ആണെങ്കിൽ ഓരോ മന്ത്രിമാർക്ക് ഓരോ പഞ്ചായത്തിന്റെ ചുമതല എന്ന നിലയ്ക്ക് നൽകിയിരിക്കുന്നു. പരമാവധി വോട്ടർമാരെ ഈ വളരെ ജനസ്വീകാര്യതയുള്ള നേതാക്കൾ എത്തി വീടുകളിലെത്തി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം വിശദീകരിക്കുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. ഇതിൽ PV അൻവറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ മാറാൻ പോകുന്നത്. PV അൻവറിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്തുണ UDFന് ഉണ്ടാകുമോ, അതോ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്ത് നിലപാട് സ്വീകരിക്കും, അദ്ദേഹം ഈ LDFന് അനുകൂലമായി അദ്ദേഹത്തിനോടൊപ്പമുള്ളവർ ആളുകൾ വോട്ട് ചെയ്യുമോ, അതോ വോട്ട് ബഹിഷ്കരിക്കുമോ, ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം അവകാശപ്പെടുന്നത് 20,000-ഓളം വോട്ടുകൾ കിട്ടുമെന്നതാണ്. അദ്ദേഹവുമായി, അതായത് വിജയിക്കാൻ കഴിയും, പക്ഷേ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്ന 20,000 വോട്ട് വരെ ലഭിക്കുമെന്നുള്ളതാണ്. എന്തായാലും വലിയ ഒരു വോട്ട് പിടിക്കാൻ അൻവറിന് കഴിയും. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ ആരെ പിന്തുണയ്ക്കുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുന്നതോടുകൂടി ഈ രാഷ്ട്രീയ പോരാട്ടം ഒച്ചയും ബഹളവുമുള്ള വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മാറുകയാണ്. ഈ മഴ ഉണ്ടെങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് വലിയ കുറവില്ല. അത് LDFന്റെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി രണ്ട് ക്യാമ്പുകളും സജീവമായ ഈ പ്രവർത്തനങ്ങളുമായി ഇറങ്ങുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ രാപ്പകലില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ് ഈ നേതൃത്വം കൊടുക്കുക. വലിയ ഈ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ UDF നേതാക്കൾക്കൊപ്പം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്കൊപ്പം ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി മറ്റന്നാളാണ് LDFന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്ന് SDPയുടെ സ്ഥാനാർത്ഥി കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെ ഈ അൻവറിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതൊരു ആകാംക്ഷ നിറഞ്ഞ കാര്യം തന്നെയാണ്. അത് മറ്റന്നാൾ അവസാനിക്കുന്നവരെ വൈകുന്നേരം 5 മണി വരെ അദ്ദേഹം മറ്റാരെ കൊണ്ടെങ്കിലും നാമനിർദ്ദേശ പത്രിക കൊടുപ്പിക്കുമോ, അദ്ദേഹം തന്നെ കൊടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ നിർണായകമായ കാര്യമാണ്.
എന്തായാലും സ്വരാജ് LDF സ്ഥാനാർത്ഥി ആയതോടുകൂടി LDFും UDFും നേർക്കുന്ന രാഷ്ട്രീയം പറയുന്ന സംസ്ഥാന രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകും ഇന്ന് നമ്മൾ ഈ സ്വരാജുമായി സംസാരിക്കുമ്പോൾ LDF സർക്കാരിന്റെ 9 വർഷത്തെ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തും സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് LDF സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ UDF ആണെങ്കിൽ സർക്കാരിന്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പോലീസിന്റെ ചെയ്തികൾ അടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കുന്നു. അതിൽ പഴയ കാര്യങ്ങൾ കൂടി ചർച്ചയാക്കുന്നു എന്നുള്ളതും കൗതുകമാണ്. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത്, വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കൊണ്ട് കേരളം പൊറുതിമുട്ടി എന്ന് സ്വരാജ് പറയുന്നു. എന്നാൽ അന്ന് വൈദ്യുതി ബില്ല് കുറയ്ക്കുകയാണ് ചെയ്തത് എന്ന് ആര്യാടൻ ഷൗക്കത്ത് തിരിച്ചടിക്കുന്ന ഈ രീതിയിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു.